ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിങ്ങനെ ഓൺ വോയിസ് ആയിട്ട് അതായത് ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുന്നത് കുറവാണ്. അപ്പം ഞാൻ ഇന്ന് അങ്ങനെ വന്നതിന് വേറെ കാരണങ്ങളൊന്നുമല്ല. ഈ ഒരു നടു ഒടിഞ്ഞ് കിടന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു, എന്താണ് പറ്റിയത്, എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടുന്ന് പറഞ്ഞത് ചെറുതായിട്ടൊരു ചതവുണ്ട്. അങ്ങനെ എനിക്ക് ആ ചതവിൻ്റെ അല്ലെ പൊട്ടലിൻ്റെ ഒരു പെയിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പിറ്റേ ദിവസം പ്രൈവറ്റ് പോയായിരുന്നേ. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകാനാണ് തീരുമാനിച്ചത്. പക്ഷെ അന്ന് ഓർത്തോൻ്റെ ഡോക്ടർ ഇല്ലായിരുന്നു. അങ്ങനെയാണ് പ്രൈവറ്റിൽ തന്നെ പോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഉളുക്കിയതാണ്, പിന്നെ കാൽസ്യം വിറ്റാമിൻ ഡിൻ്റെ മരുന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അത് ക്ലിയർ ആയല്ലോ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇന്ന് ഹോസ്പിറ്റലിൻ്റെ ഒരു സ്റ്റോറി ഞാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ വേഗം അത് ഡിലീറ്റ് ചെയ്തു. വേറൊന്നും കൊണ്ടല്ല, എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും, എന്താണ് ഹോസ്പിറ്റലിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കല. അപ്പോൾ ഞാൻ വേഗം ഡിലീറ്റ് ചെയ്തു. എന്നാലും ചോദിച്ച ആൾക്കാരുണ്ട് പെട്ടെന്ന് കണ്ടിട്ട്. അപ്പോൾ അത് മിഥുന് വയ്യായിരുന്നു, ഊര ഉളുക്കി. എന്താണെന്നറിയാലോ, കുടുംബത്തോടെ ഊര ഉളുക്കുന്നുണ്ട്. അപ്പോൾ അവനും കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെയാണ്. ഇതുപോലെ തന്നെ അടുത്തുള്ള വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് പോയത്. അവിടെ പോയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞരമ്പ് എന്തോ ചെറുതായിട്ട് വലിഞ്ഞു പോയതാണ്. പക്ഷെ അവനും അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു. ഇപ്പം ഇല്ല കേട്ടോ, അവനൊരു ബാച്ചിലർ പാർട്ടിക്ക് പോയേക്കുവാണ്. എന്നാലും വയ്യ, കൂട്ടുകാരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്ത് അവനങ്ങനെ പോയതാണ്. പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മാറി ഇരുന്നിട്ടും കാര്യമില്ല, അത് ഓക്കെ ആയല്ലോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അവർ മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട്, ഓക്കെ ആയി വരുമായിരിക്കും, നാളെ വരും. അപ്പോൾ ഓക്കെ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നാമത് ഞാനിങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ വന്നത്. അപ്പോൾ 1 വർഷമായിട്ട് നമുക്ക് ഒരു 500 സംതിങ് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഒരു ദിവസം 3 വീഡിയോസെങ്കിലും കുറഞ്ഞത് അപ്ലോഡ് ചെയ്യണമെന്നാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒന്നുപോലും അപ്ലോഡ് ചെയ്യുന്നില്ല. ആഴ്ചയിൽ ഒരു 3 വീഡിയോസ് അങ്ങാണ്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താലേ ഇങ്ങോട്ടും കിട്ടും. അത് എല്ലാത്തൊന്നും അങ്ങനെയാണല്ലേ, എന്തേ അങ്ങോട്ട് കൊടുക്കണം എന്നാലേ ഇങ്ങോട്ട് കിട്ടും. അപ്പം ഞാൻ അങ്ങോട്ട് കൊടുക്കൽ കുറവാണ്, വളരെ കുറവാണ്. എന്നാലും അവരിങ്ങോട്ട് തരുന്നുണ്ട്, വ്യൂവേഴ്സും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അത്യാവശ്യം. അപ്പോഴും നമുക്ക് വേഗം തന്നെ 1000 സബ്സ്ക്രൈബേഴ്സൊക്കെ ആവണം. ഞാൻ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല, അതാണ് സത്യാവസ്ഥ. വെറുതെ ഒരു ഡെയിലി വ്ളോഗൊക്കെ ഇട്ട് പോകുന്നു, അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ലിയമോളുണ്ട്. ഒരിക്കലും ലിയമോള് ആ ഒരു കാര്യത്തിന് തടസ്സം എന്നല്ല, കുഞ്ഞുങ്ങളെ മാനേജ് ചെയ്ത് പോവുക എന്നുള്ളത് കുറച്ച് പാടാണ്. കുഞ്ഞുങ്ങളുള്ളപ്പോൾ നമുക്ക് ഈ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകാൻ ഒരിക്കലും പറ്റില്ല. എന്നുവെച്ച് ഇപ്പോൾ വ്ളോഗർമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ടായിട്ടും വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, കുഞ്ഞുങ്ങളെ വെച്ച് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിലെനിക്ക് വലിയ താല്പര്യമില്ല. അതായത് പേരൻസായ എനിക്കാണെങ്കിലും മിഥുനാണെങ്കിലും കുഞ്ഞിനെ വെച്ച് വ്ളോഗ് ചെയ്യുക അല്ലെങ്കിൽ കുഞ്ഞിനെ വെച്ച് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു സംഭവത്തിൽ ഞങ്ങൾക്ക് 2 പേർക്കും താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു ചാനൽ എൻ്റെ മാത്രം താല്പര്യപ്രകാരം ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ചാനലാണ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുമ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് നോട്ട് ചെയ്യുക, കളക്ട് ചെയ്ത് വയ്ക്കുക. അതായത് എനിക്കൊരു തുറന്ന് നോക്കുമ്പോൾ ഒരു ആൽബം പോലെ തോന്നണം. അങ്ങനത്തെ ഒരു രീതിക്കാണ് ഞാൻ യൂട്യൂബ് തുടങ്ങുന്നത്. കുറച്ച് ഓർമ്മകളും കാര്യങ്ങളും എപ്പോഴെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്ത് നോക്കുമ്പോഴേ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്തെങ്കിലും തോന്നിക്കാൻ വേണ്ടിയാണ്. അതൊക്കെ കഴിഞ്ഞ് അമ്മ വന്നായിരുന്നു, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അമ്മ വന്നായിരുന്നു.